ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നതൊരു വലിയ ദുആയാണ്. അത് അള്ളാഹുവിനോടുള്ള സഹായം ചോദിക്കലാണ്. നമ്മൾ എന്തെങ്കിലും നല്ല കാര്യം ചെയ്യുമ്പോൾ നമുക്ക് ചെയ്യാവുന്ന നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യവും അള്ളാഹുവിൻ്റെ സഹായം കൊണ്ടാണ്. ബി എന്നുള്ളത് കൊണ്ട് എന്നാണല്ലോ അർത്ഥം. ഇപ്പം ബിസ്മില്ല എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ഇസ്മു കൊണ്ട്, അല്ലെങ്കിൽ അള്ളാഹു എന്ന ഇസ്മു കൊണ്ട്. അള്ളാഹു എന്നതും ഒരു പേരാണ്. അത് എല്ലാ നാമങ്ങളുടെയും എല്ലാ അള്ളാഹുവിൻ്റെ ഇസ്മുകളും ഉൾക്കൊള്ളുന്ന എല്ലാ നാമങ്ങളുടെയും ഏറ്റവും മേജറായിട്ടുള്ള, അതിനൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്ന ഇൻക്ലൂസീവായിട്ടുള്ള ഒരു പേരാണ്. അതൊരു പ്രോപ്പർ നൗണാണോ? നമ്മളിപ്പോൾ ഒരു വ്യക്തിക്ക് പ്രോപ്പറായിട്ടൊരു പേരിടുമല്ലോ, അങ്ങനെയുള്ളൊരു പ്രോപ്പർ നൗണാണോ? ഇനി അതല്ല ഇലാഹ് എന്നതിന് അലിഫ്ലാമ് ചേർത്തിട്ട് ഡെഫിനിറ്റ് ആക്കി ചേർക്കുന്ന ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ചേർത്തുകൊണ്ട് പ്രോപ്പറാക്കി മാറ്റിയതാണോ എന്ന വിഷയത്തിൽ ഭാഷാ പണ്ഡിതന്മാർക്ക് വ്യത്യസ്ത വീക്ഷണങ്ങളുണ്ട്. അതിൽ പടച്ചവന് ദൈവത്തെ കുറിക്കാനൊരു പ്രോപ്പർ നൗൺ ഉണ്ടാകില്ല, ഏതെങ്കിലും ഭാഷയിൽ നേരത്തെ ഉപയോഗിക്കുന്ന പദത്തെ പ്രോപ്പറാക്കി മാറ്റാനാണ് സാധ്യത എന്നൊക്കെ ലിംഗ്വിസ്റ്റുകളൊക്കെ പറയുന്നുണ്ട്. നമുക്കറിയാം, യഹൂദരെ സംബന്ധിച്ചിടത്തോളം അവർ ദൈവത്തെ കുറിക്കാൻ ഇന്നുപയോഗിക്കുന്ന വാക്കുകളിൽ നേരത്തെ ദൈവത്തെ സൂചിപ്പിച്ചിരിക്കുന്ന ഒരു വാക്കുണ്ട്. നമ്മൾ യഹ്വ എന്നൊക്കെ അല്ലെങ്കിൽ യഹോവ എന്നൊക്കെ പറയാറുണ്ടല്ലോ. യഹ്വേ, യഹോവ എന്നൊക്കെ നമ്മൾ പറയുന്നത് ഉച്ചാരണം നഷ്ടപ്പെട്ട ഒരു വാക്കാണ്. അതിനെ ടെട്രാ ഗ്രമറ്റോൺ എന്നാണ് പറയാറ്. ടെട്ര എന്ന് പറഞ്ഞാൽ 4, ടെട്രാ ഗ്രമറ്റോൺ. അത് ഹീബ്രുവിലെ 4 അക്ഷരങ്ങൾ. ഇംഗ്ലീഷിൽ അതിന് ഇക്വലൻ്റായിട്ട് YHWH ഒക്കെ പറയും. യഹ്വേ, അതിനെ യാഹ്വേ എന്നും യഹോവ എന്നും ഒക്കെ വായിക്കും. അതെങ്ങനെയാണ് വായിക്കേണ്ടത് എന്നുള്ളത് ഓറലി നഷ്ടപ്പെട്ടു. ഭാഷകളൊക്കെ ബേസിക്കലി ഓറലാണല്ലോ കാര്യങ്ങൾ. അപ്പോൾ ഓറലി അതിൻ്റെ ഉച്ചാരണം നഷ്ടപ്പെട്ടതുകൊണ്ട് അത് ഉച്ചരിക്കാറില്ല. മറ്റൊരു കാര്യം കൂടെ ഉണ്ട്. ആ നാമം, ദൈവത്തിൻ്റെ വചനം, ദൈവത്തെ കുറിക്കുന്ന നാമം വളരെ കാഷ്വലായിട്ട് എവിടെയും പരാമർശിക്കരുത് എന്ന ബൈബിളിൻ്റെ തോറയുടെ നിർദ്ദേശപ്രകാരം എന്ന നിർദ്ദേശമുള്ളതുകൊണ്ട് 10 കൽപ്പനയിൽ അങ്ങനെ ഒരു നിർദ്ദേശമുണ്ട്. ദൈവത്തിൻ്റെ പേര് വളരെ കാഷ്വലി ആയിട്ട്, ലഘുവ്, ഖുറാനിലൊക്കെ പറയുന്ന മാതിരി വളരെ നിരർത്ഥകമായ രീതിയിൽ ലഘുവ് എന്നുള്ള ഒരു സെൻസിൽ ഉപയോഗിക്കാൻ പാടില്ല. അപ്പോൾ അതും കൂടെ കൊണ്ടാണ് എന്ന് പറയാറുണ്ട്. എന്തായാലും അവർ ദൈവത്തെക്കുറിക്കാൻ ഹഷേം എന്നുള്ള പേര്, ഹഷേം എന്നാണ്. അല്ലെങ്കിൽ പിന്നെ അദൊനായ്, അദൊന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോഡ് എന്നാണ് അർത്ഥം. അതിൻ്റെ കൂടെ യാ ചേർത്ത് കഴിഞ്ഞാൽ അറബിയിലെ മാതിരി തന്നെ അദൊനായ് ഫസ്റ്റ് പേഴ്സൺ ഒരു ഇതായിട്ട് മാറും, പ്രോനൗണാണ്. ഫസ്റ്റ് പേഴ്സൺ ജെനിറ്റീവ് പ്രോനൗണാണ്. അപ്പോൾ അദൊനായ് എന്ന് പറഞ്ഞാൽ എൻ്റെ ലോഡ്, റബ്ബി എന്നുള്ള അർത്ഥമായി മാറും. അല്ലെങ്കിൽ ഹീബ്രു ബൈബിളിൽ നമുക്ക് ഏലെന്നും ഇലോഹിം എന്നൊക്കെ ഉള്ള വാക്കാണ് കാണുക. ഇപ്പോൾ യഹ്വ എന്നുള്ള വാക്ക് ഉച്ചാരണം ഇല്ലാത്തതുകൊണ്ട് യഹൂദർ ഉച്ചരിക്കില്ല, അവർക്ക് ഈ വാക്ക് ഉച്ചരിക്കാൻ പാടില്ല. പക്ഷേ ക്രിസ്ത്യാനികൾ ഉച്ചരിക്കും. ഇംഗ്ലീഷിൽ ചിലപ്പോൾ YHWH എന്ന് എഴുതും. അപ്പോൾ അത് ദൈവത്തെ കുറിക്കാനുണ്ടായിരുന്ന പ്രോപ്പർ നൗണാണ് എന്ന് പറയാറുണ്ട്. അതങ്ങനെ ആകാതിരിക്കുകയൊക്കെ ചെയ്യാം. അതിൻ്റെ പ്യൂരിറ്റി തീരുമാനിക്കുന്നത് ആ വാക്ക് യഥാർത്ഥത്തിലുള്ള പടച്ചവനെ അല്ലാതെ മറ്റെന്തെങ്കിലും വസ്തുവിനെ കുറിക്കാൻ ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിച്ചുകൊണ്ടാണ്. അങ്ങനെ ഇതുവരെ ചരിത്രത്തിൽ ആ വാക്ക് യഥാർത്ഥ സൃഷ്ടാവായ ഇലാഹായ അള്ളാഹുവിനല്ലാതെ, സർവ്വലോകരക്ഷിതാവായ സൃഷ്ടാവിനല്ലാതെ മറ്റൊന്നിനെയും കുറിക്കാൻ ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ ആ വാക്കിന് ആ പ്യൂരിറ്റി ഉണ്ട്. പക്ഷേ ഇന്നതിൻ്റെ പ്രൊനൗൺസിയേഷൻ അറിയാത്തത് കൊണ്ട് അങ്ങനെ ഒരു വാക്കുണ്ട് എന്നൊന്ന് പറയാൻ കഴിയില്ല. അങ്ങനെ ഒരു വാക്കുണ്ടായിരുന്നു എന്ന് പറയാൻ പറ്റും. എന്തായാലും അങ്ങനെ ഒരു വാക്കുണ്ടെങ്കിൽ തന്നെ ആ വാക്ക് വേറെന്തെങ്കിലും വാക്കിൽ നിന്ന് വന്നതാണോ, അങ്ങനെ അതിനെ പ്രോപ്പർ ആക്കിയതാണോ എന്നൊക്കെ ഉള്ളത് അതിൻ്റെ ഭാഷാ ചർച്ചയിൽപ്പെട്ടാണ്. അതേപോലെ തന്നെ അള്ളാഹു എന്നുള്ളത് അലിഫ്ലാമ് ചേർത്തുകൊണ്ട് ഇലാഹിനെ, യഥാർത്ഥ ദൈവം, യഥാർത്ഥ ആരാധ്യൻ എന്ന് ഭാഷയിലാക്കിയതാണോ, ഇനി അള്ളാഹു എന്ന് പറഞ്ഞാൽ ഇറ്റ്സെൽഫ് ഒറ്റൊരു വാക്കാണോ എന്നതാണ് ഒരു ഭാഷാ വിഷയം. എന്തായാലും ഈ വാക്ക് യഥാർത്ഥത്തിലുള്ള സൃഷ്ടാവിനെ കുറിക്കാനല്ലാതെ അറബികൾ മറ്റൊന്നിനെ കുറിക്കാനോ ഉപയോഗിച്ചിട്ടില്ല എന്നും ഇതിൻ്റെ പേരിൽ ഒരു വിഗ്രഹമോ മറ്റെന്തെങ്കിലുമോ ഉണ്ടായിട്ടില്ല എന്നുമുള്ളത് ചരിത്രവും
ഭാഷാചരിത്രവും മതചരിത്രവും ഒക്കെയാണ്. അപ്പോൾ ഈ വാക്ക്, ഇങ്ങനെ ഒരു വാക്ക് നിലനിൽക്കുന്ന ഒരു സമൂഹം എന്നുള്ള പ്രത്യേകതയും കൂടെ അറബികൾക്കുണ്ട്. ദൈവത്തെ മാത്രം കുറിക്കാൻ ഉപയോഗിക്കുന്ന ഒരു വാക്ക്. മറ്റ് ജനതകളിലൊക്കെ ദൈവത്തെ കുറിക്കാൻ ഉപയോഗിച്ചിരുന്ന വാക്കിന് ആ പ്യൂരിറ്റി ഉണ്ടായിരുന്നില്ല എന്ന ഒരു ചരിത്ര നിരീക്ഷണമുണ്ട്. ഈ വാക്കിന് അതിൻ്റേതായ സവിശേഷതകളുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കറിയാവുന്നതാണ് പ്ലൂരലില്ല, ഫെമിനൈനില്ല എന്നൊക്കെയുള്ള പ്രത്യേകതകൾ. അപ്പോൾ അള്ളാഹു എന്ന് പറയുന്നതും ഒരു ഇസ്മാണ്. അപ്പം ബിസ്മില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹു എന്ന ഇസ്മ, എല്ലാ ഇസ്മും ജാമിയ, എല്ലാ ഇസ്മും ഉൾക്കൊണ്ട, അതൊക്കെ ജമ് ചെയ്യപ്പെട്ട ഒരു ഇസ്മാണ് അള്ളാഹു. അൽ ഇസ്മുൽ അഅ്ലം എന്നും അതിനെക്കുറിച്ച് പറയാറുണ്ട്. അള്ളാഹുവിൻ്റെ മറ്റ് ചില പേരുകളെക്കുറിച്ചും അങ്ങനെ പറയാറുണ്ട്. പക്ഷേ അള്ളാഹു എന്തായാലും, അള്ളാഹു എന്നുള്ള വാക്ക് എന്തായാലും എല്ലാ ഇസ്മും ഉൾക്കൊണ്ട ഒരു പേരാണ്. അപ്പോൾ ബിസ്മില്ല എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ഇസ്മു കൊണ്ട് എന്നോ അള്ളാഹു എന്ന ഇസ്മു കൊണ്ടോ ആകാം. കാരണം ഒരു സാധനം പിന്നെ മുലാഫിലെ ഈ കൺസ്ട്രക്ഷൻ എന്ന് പറയും. ഞാനിതിൽ കൂടുതൽ ഗ്രാമർ പറയുന്നില്ല. അതായത് ഒരു കൺസ്ട്രക്ഷൻ, ജെനിറ്റീവ് കൺസ്ട്രക്ഷൻ. ഇപ്പം നമ്മൾ കിതാബുല്ല എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ബുക്ക്, റസൂലുള്ള എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ റസൂൽ, അങ്ങനെ എന്തിൻ്റെങ്കിലും ഒന്ന് എന്ന് പറയുന്ന രീതിയിലുള്ള മുലാഫിലെ ഈ കൺസ്ട്രക്ഷൻ. അങ്ങനെയാണ് ഇസ്മുല്ല, അള്ളാഹുവിൻ്റെ പേര്. ഈ മുലാഫിലെ ഈ കൺസ്ട്രക്ഷൻ സാധാരണ ഒരു പൊസഷനെയാണ് കുറിക്കാറ്. പൊസസീവായിട്ടുള്ളൊരു കാര്യത്തെക്കുറിച്ച് പറയാറാണ്. ഇപ്പം എൻ്റെ ബുക്ക് എന്ന് പറയുമ്പോൾ എൻ്റെ പൊസഷനിലുള്ളത്, അല്ലെങ്കിൽ റസൂലുള്ള എന്ന് പറയുമ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ, അതും അപ്പോഴും ഒരു പൊസഷനെ, ഒരു മിൽക്കിയത്ത്, ഒരു ഓണർഷിപ്പിനെ കുറിക്കുന്നുണ്ട് അവിടെ. പക്ഷെ അങ്ങനെയല്ലാതെ സിഫത്ത് മൗസൂഫായിട്ട് ഒന്നിൻ്റെ ആട്രിബ്യൂട്ടായിട്ടും പരിശുദ്ധ ഖുർആനിൽ വന്നിട്ടുണ്ട്. ഉദാഹരണത്തിന് ലിബാസു തഖ്വ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തഖ്വയാകുന്ന വസ്ത്രം, തഖ്വ എന്ന വസ്ത്രം, അല്ലെങ്കിൽ തെക്കുവയുടെ വസ്ത്രം. തെക്കുവയുടെ വസ്ത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വസ്ത്രത്തിൻ്റെ ഒരു ക്വാളിറ്റിയാണത്. തെക്കുവ എന്നുള്ളത് അതിൻ്റെ ഒരു സിഫത്താണ്. അപ്പോൾ ഈ രീതിയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അള്ളാഹു എന്ന ഇസ്മ്, അള്ളാഹു ആയ ഇസ്മ് എന്നുള്ള രീതിയിൽ അതിനെടുക്കാം. അപ്പോൾ അള്ളാഹു ആയ ഇസ്മു കൊണ്ട് എന്നായി മാറും അതിൻ്റെ അർത്ഥം. എങ്ങനത്തെ അള്ളാഹു? രണ്ട് ഇസ്മുകൾ പ്രത്യേകമായിട്ട് പറഞ്ഞിരിക്കുന്നു, റഹ്മാനും റഹീമുമായ. രണ്ടും ഒരേ റൂട്ടിൽ നിന്ന് വന്നാണ്. പക്ഷേ രണ്ടിൻ്റെയും ഉദ്ദേശം, റഹ്മാൻ എന്നുള്ളതിൻ്റെ സവിശേഷത തീവ്രതയെ കുറിക്കുന്നൊരു വാക്കാണത്. ഫഇലാൻ എന്നുള്ളൊരു പാറ്റേണിൽ വരുന്ന വാക്കാണ്. അതിതീവ്രമായ കാരുണ്യം എന്നാണ് അതിൻ്റെ അർത്ഥം. റഹീം എന്നുള്ളത് ഫഈൽ എന്നുള്ളൊരു പാറ്റേണിലുള്ള വാക്കാണ്. ആ പാറ്റേണിലുള്ള വാക്കിൻ്റെ ഒക്കെ പ്രത്യേകത നൈരന്തര്യം, നിലക്കാത്തത് എന്നുള്ളതാണ്. നിലക്കാത്ത, അനന്തമായ. അപ്പം അനന്തമായ നിലക്കാത്ത കാരുണ്യവും തീവ്രമായ കാരുണ്യവും. അതുകൊണ്ടാണ് ഈ രണ്ട് വാക്കിനെയും, റഹ്മാൻ എന്നുള്ളത് ഈ ലോകത്ത് എല്ലാ ആളുകൾക്കും കരുണ ചെയ്യുന്നവൻ, അവനെ കുറിക്കുന്നതാണെന്നും, റഹീം എന്നുള്ളത് പരലോകത്ത് വിശ്വാസികൾക്ക് കരുണ ചെയ്യുന്നവൻ എന്നതിനെ കുറിക്കാനുമാണെന്ന് നമ്മൾ പാരമ്പര്യമായിട്ട് പറഞ്ഞു കേൾക്കാറ്. കാരണം ഈ ലോകത്തുള്ള അവൻ്റെ കാരുണ്യം കാണിക്കുന്നത് തീവ്രതയാണ്, അതിതീവ്രമായ കാരുണ്യമാണ്, എല്ലാവർക്കുമുള്ള കാരുണ്യമാണ്. പക്ഷേ പരലോകത്തേക്കും അത് നീളുമ്പോൾ അത് അതിൻ്റെ എക്സ്റ്റൻഷനാണ്, അതിൻ്റെ അനന്തതയെ കുറിക്കുന്നതാണ്. അപ്പോൾ റഹീം എന്നുള്ളത് പരലോകത്തും അവൻ കാരുണ്യം ചെയ്യുന്നവൻ ആയതുകൊണ്ട് ആ ക്വാളിറ്റിയെ കുറിക്കുന്നതാണ് എന്ന് പറയുന്നത്. എന്തായാലും തീവ്രവും നിലക്കാത്തതുമായ കാരുണ്യമുള്ള അള്ളാഹുവിൻ്റെ ഇസ്മു കൊണ്ട്, അള്ളാഹുവിൻ്റെ ഇസ്മു കൊണ്ടാകുന്നു, അഥവാ ഇസ്മിൻ്റെ സഹായം കൊണ്ടാകുന്നു ഞാൻ ചെയ്യുന്നത്. എന്ത് ചെയ്യുമ്പോഴും അത് അള്ളാഹുവിൻ്റെ ഇസ്മു കൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. നമുക്ക് സ്വന്തമായിട്ടൊരു കഴിവുമില്ല, നമുക്ക് സ്വന്തമായിട്ടൊന്നുമില്ല, വസ്തുക്കൾക്കൊരു ക്വാളിറ്റിയുമില്ല, ഒരു കഴിവുമില്ല. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. കഴിവും സ്ട്രെങ്ത്തും പവറൊക്കെ അള്ളാഹുവിനാണ്. അള്ളാഹുവിനല്ലാതെ ആർക്കും പവറും സ്ട്രെങ്ത്തും ഇല്ല എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ നമ്മളെന്ത് ചെയ്യുമ്പോഴും, നമ്മൾ കൈകൊണ്ട് പിടിക്കുമ്പോഴും നടക്കുമ്പോഴൊക്കെ അള്ളാഹുവിൻ്റെ ഇസ്മു കൊണ്ടാണ്, അള്ളാഹുവിൻ്റെ കഴിവ് കൊണ്ടാണ്, ഖുദ്റത്ത് കൊണ്ടാണ്. വസ്തുക്കളുടെ ഭംഗിയാകട്ടെ, വസ്തുക്കളിൽ നമ്മൾ കാണുന്ന കാരുണ്യമാകട്ടെ, ഒക്കെ അള്ളാഹുവിൻ്റെതാണ്, അള്ളാഹു നൽകിക്കൊണ്ടിരിക്കുകയാണ്. ജീവനാകട്ടെ, ജീവൻ അള്ളാഹു നൽകിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പം എല്ലാം അവൻ നൽകിക്കൊണ്ടേയിരിക്കുന്നത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുമ്പോഴും അവൻ്റെ ഇസ്മിൻ്റെ സഹായം കൊണ്ടാണ് ചെയ്യുന്നത്. അത് നമ്മൾ പ്രത്യേകം പറയുകയാണ്, എൻ്റെ ഇസ്മു കൊണ്ടാണ് എന്നുള്ളത്. അപ്പോൾ അതൊരു ദുആ കൂടിയാണ്.
നിൻ്റെ ഇസ്മിൻ്റെ സഹായം ഉണ്ടാകണേ, ഞങ്ങൾക്ക് സ്വയം കഴിവില്ല, നീ കഴിവ് നൽകുമ്പോഴേ ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയും, നീ നൽകിക്കൊണ്ടേയിരിക്കുമ്പോൾ ഞങ്ങൾ ചെയ്യും എന്നൊക്കെയാണ് ആ സൂക്തം കൊണ്ട് അല്ലെങ്കിൽ ബിസ്മി കൊണ്ട് നമുക്ക് ബസ്മല എന്നാണ് ബിസ്മില്ല ഓതുന്നതിനെക്കുറിച്ച് നമ്മൾ ബസ്മല എന്നാണ് പറയുക, ബസ്മല കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്കിത് പരിശുദ്ധ ഖുർആനിലൊരു ആയത്ത് ഖുർആനിൻ്റെ സൂറയുടെ ഉള്ളിലായിട്ടും കാണാൻ കഴിയും. സൂറ നംലിലെ ഒരായത്ത് ഇങ്ങനെയാണ്: സുലൈമാൻ അലൈഹിസ്സലാമിൻ്റെ കത്ത് കിട്ടിയപ്പോൾ രാജ്ഞി പറയുന്നത്, ബൽഖീസ് രാജ്ഞി പറയുന്നത്, കാലത്ത് അവർ പറഞ്ഞു, യാ അയ്യുഹൽ മല, അല്ലയോ പ്രമാണിമാരെ, ഇന്നി ഉൽക്കിയ ഇലയ്യ, എനിക്ക് അയക്കപ്പെട്ടിരിക്കുന്നു, എന്നിലേക്ക് അയക്കപ്പെട്ടിരിക്കുന്നു, കിതാബുൻ കരീം, ഒരു നല്ല നോബിളായ ഒരു ലെറ്റർ, ഒരു നോബിൾ ലെറ്റർ എനിക്ക് അയക്കപ്പെട്ടിരിക്കുന്നു, എനിക്ക് ഡെലിവർ ചെയ്യപ്പെട്ടിരിക്കുന്നു. ഇന്നഹു മിൻ സുലൈമാന, നിശ്ചയം അത് സുലൈമാനിൽ ഉള്ളതാണ്. വ ഇന്നഹു, നിശ്ചയം അത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, റഹ്മാനും റഹീമുമായ അള്ളാഹുവിൻ്റെ ഇസ്മിനാലാകുന്നു ആ കത്ത് എന്ന് സുലൈമാൻ അലൈഹിസ്സലാമിൻ്റെ കത്തിനെക്കുറിച്ച് പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ കത്ത് ആരംഭിക്കുന്നത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടായിരുന്നു അത്രേ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന്. അതിൻ്റെ സൂചനയാണ് ഈ ആയത്തിലുള്ളത്. ഇതേപോലെ തന്നെ സൂറ ഹൂദിൽ നമുക്ക് കാണാൻ കഴിയും, നൂഹ് അലൈഹിസ്സലാം പറയുന്നത്, നിങ്ങൾ കപ്പലിൽ യാത്രയാകൂ, ഖാൽ അർക്കബൂ ഫീഹ, കപ്പലിൽ യാത്രയാകൂ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറയുന്നത്, ഈ കപ്പലിൻ്റെ ഓട്ടവും കപ്പലിൻ്റെ നൃത്തവുമെല്ലാം, കപ്പൽ സഞ്ചരിക്കുന്നതും കപ്പൽ പോയി നിൽക്കുന്നതുമെല്ലാം അള്ളാഹുവിൻ്റെ ഇസ്മു കൊണ്ടാണ്. ബിസ്മില്ലാഹി മജ്റേഹ, എഴുതിയിരിക്കുക മജ്റാഹ എന്നാണ്, പക്ഷെ അതിൻ്റെ ഖിറാഅത്ത് മജ്റേഹ എന്നാണ്. ബിസ്മില്ലാഹി മജ്റേഹ, അള്ളാഹുവിൻ്റെ ഇസ്മു കൊണ്ടാണ് അതിൻ്റെ സഞ്ചാരം. വ മുർസാഹ, അതിൻ്റെ നൃത്തം, അതിൻ്റെ സ്റ്റോപ്പിങ്ങും അള്ളാഹുവിൻ്റെ ഇസ്മു കൊണ്ടാണ്. ഇന്ന റബ്ബി ലഗഫൂർ റഹീം, നിശ്ചയം എൻ്റെ റബ്ബ് റഹീമായ ഗഫൂറാണ്, കാരുണ്യമുള്ള എല്ലാം പൊറുക്കുന്നവനായവനാണ്. അപ്പോൾ ഇങ്ങനെ മുൻകാല പ്രവാചകന്മാരും ബിസ്മില്ല എന്നുള്ള ദുആ പറഞ്ഞതായിട്ട് നമുക്ക് ഖുർആനിൽ നിന്ന് തന്നെ മനസ്സിലാകും.